ഹായ് ഫ്രണ്ട്സ് ആൻഡ് വ്യൂവേഴ്സ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. നിങ്ങളെല്ലാവരെയും ജിയോ കിച്ചൺ ടൂർ വൈബ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന ഐറ്റം ഒരു കടച്ചക്കയുടെ ഐറ്റമാണ്. അപ്പോൾ കടച്ചക്ക കോക്കനട്ട് മസാല എന്നാണ് ഇതിന് ഞാൻ പേരിട്ടിരിക്കുന്നത്. ഇതങ്ങനെ വ്യാപകമായിട്ടുള്ളൊരു കറിയല്ല. ഈ കോക്കനട്ട്സ് നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് കളയാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പാനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരല്പം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. നമ്മുടെ കടച്ചക്ക, ഇത് ഒരു കടച്ചക്കയുടെ പകുതിയാണിത്. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യട്ടെ. എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടച്ചക്കയുടെ പകുതിയാണ്. അത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യാൻ വെച്ച് കഴിഞ്ഞു. പിന്നെ അടുത്തത് നമ്മൾ 2 കപ്പ് നമ്മൾ തേങ്ങ ചിരട്ടിയതാണ്. പിന്നെ ഒരു 2 മീഡിയം സവാളയാണ്. പിന്നെ കുറച്ച് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുണ്ട്. പിന്നെ ഇച്ചിരി കടി മസാല എന്ന് പറയുന്ന ഡ്രൈ മസാലയാണ്. ഇതിലിപ്പോൾ ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് അരിയാം. വെളുത്തുള്ളി ക്രഷ്ഡ് ആൻഡ് ചോപ്പ്ഡ് എന്നാണ് ഇതിനെ പറയുക. ക്രഷ് ചെയ്യുക, ചോപ്പ് ചെയ്യുക. ഇത് മാത്രം നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ഈ ഒരു ടേസ്റ്റിന് വേണ്ടി അത് ചെയ്യുകയാണ്. നമുക്ക് ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നമ്മൾ ഈ കടി മസാല ഒന്ന് ഇടുകയാണ്. ബഡി ഇലാച്ചിയുണ്ട്. ബഡി ഇലാച്ചി ഒന്ന് പൊട്ടിച്ചിട്ട് ബ്ലാക്ക് കാർഡമം എന്ന് പറയുന്നത് പൊട്ടിച്ചിട്ട് ചേർക്കണം. ഇനി വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് പഴയതുപോലെ വേവിക്കാം. നമുക്കിതിൽ സവാള ഒരു 2 മീഡിയം സവാളയാണ്. ജൂലിയൻ കട്ട് എന്ന് പറയുന്നത്, നീളത്തിൽ കട്ട് ചെയ്തതാണ് ജൂലിയൻ കട്ട്. ഇത് നമ്മൾ അല്പം ഉപ്പ് ചേർക്കണം. നമുക്ക് അല്പം മൂടി വെക്കാം. ഇത് പെട്ടെന്നൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് വരുത്തേക്കും നമ്മുടെ തേങ്ങ എന്ന് അരച്ചെടുക്കുകയാണ്. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. നമ്മൾ തേങ്ങ എന്ന് അരച്ചെടുക്കുകയാണ്. നമ്മളിത് വെന്ത് തുടങ്ങി. നമുക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് ഇളക്കി വെക്കാം. നമ്മുടെ സവാള ഒരുവിധം ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. ഇത് തേങ്ങ അരയ്ക്കുമ്പോൾ അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാലും മതിയായിരുന്നു. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. ഇതിനി മുളക് പൊടിയുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊന്നും അധികം വേണ്ട, ഒരു ടീസ്പൂൺ കണക്കിന് മതി. ഗരം മസാല നമുക്ക് അവസാനം ചേർക്കാം. ഇനി അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുക. ഈ കറി, ഞാൻ കാണിക്കുന്ന ഈ കറി അധികം ആൾക്കാരധികം ഉണ്ടാക്കാറില്ല. കാരണം ഇതിന് കുറച്ച് സമയം വേണ്ടി വരും ഇത് ഫ്രൈ ആവാൻ. അതുകൊണ്ട് പലർക്കും ഉണ്ടാക്കാൻ മടിയാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് ഇതിൽ. ഇത് മാത്രമല്ല, നമ്മളിതിൽ ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഈ രീതിയിൽ നമ്മൾ ഗ്രീൻ പീസായിട്ടോ എന്ത് വേണമെങ്കിലും പച്ചക്കറി ഇതേപോലെ തന്നെ ഈ മസാലയ്ക്കകത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും. പ്രത്യേക ഒരു ടേസ്റ്റാണ്. കാരണം ഈ മസാല നല്ല ഫ്രൈ ആവും. ഫ്രൈ ആയിട്ട് ഇത് എണ്ണ തെളിയുന്ന വരെ ഫ്രൈ ആക്കും. അപ്പോൾ ഈ തേങ്ങയുടെ ഒരു പ്രത്യേക സ്മെല്ലാണ് ഇതിൽ നിന്ന് വരിക.
അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കോക്കനട്ട് മസാല നല്ല എണ്ണ തെളിഞ്ഞു. ഇതിൻ്റെ സ്മെല്ലൊന്ന് നോക്കുക. ഒരു പ്രത്യേകതര സ്മെല്ല് വരും, നല്ല മണമായിരിക്കും ഇതിൻ്റെ. ഇനി നമ്മളിത് ചെയ്യാനുള്ളത്, നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക ഇതിലേക്ക് നമ്മൾ ചേർക്കണം. പിന്നെ നമ്മളിതിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വെള്ളം ഒരു ഗരം മസാല ചേർക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഏത് കറി ഇതുമാതിരി ആക്കിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരു എന്ത് വേണേലും കറി വെക്കാം. ഉപ്പും നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കാം. വേവിച്ച കടച്ചക്ക ഇതിലിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അല്പം ചെയ്യാനുള്ളത് അല്പം ഗരം മസാല ചേർക്കാമെന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. അല്പം ഗരം മസാല ചേർക്കാം. ഗരം മസാല അധികം വേണ്ട. നമ്മൾ കടി മസാല എന്ന് പറഞ്ഞാൽ അല്പം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് ഗരം മസാല മതി. ഇതൊരു പ്രത്യേകതരം കറിയാണ് കേട്ടോ. ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന കറിയല്ല. ഇത് ഉണ്ടാക്കി നോക്കുക, ഇത് ടേസ്റ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കുക. ഇത് മാത്രമല്ല, നിങ്ങളിത് വെച്ച് പല പരീക്ഷണങ്ങളും നടത്തിക്കോ, ഒരു കുഴപ്പമില്ല. ഉരുളക്കിഴങ്ങായിട്ട് എന്ത് സാധനം വെച്ചിട്ടും. ഈ നോൺ വെജ് ഇതിനോട് അത്ര യോജിക്കില്ല. വെജിറ്റബിൾ എല്ലാം യോജിക്കും. അപ്പോൾ നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക. അതോടെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ തീരുകയാണ്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിത് പ്ലേറ്റിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ബൗളാണ്, പ്ലേറ്റ് അല്ല. നമ്മുടെ കടച്ചക്ക കോക്കനട്ട് മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതൊരു പ്രത്യേകതരം ടേസ്റ്റാണ്, ഞാൻ പറയുന്നതല്ല. നിങ്ങളൊന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നല്ലതായിരിക്കും. അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ നിങ്ങൾ ഇതിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. നല്ല രസമാണ്. ചപ്പാത്തി, പൊറോട്ട എന്ന് വേണ്ട എന്തിനും കഴിക്കാം. അപ്പോൾ നമ്മുടെ ഇത് ഇന്നിവിടെ ഇതിൽ സമ്പന്നമായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇനി ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ വിവരങ്ങളെല്ലാം കൊടുക്കുന്നതായിരിക്കും. അതുപോയി നിങ്ങൾ നോക്കണം. കൂടാതെ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകണം. നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരോടും യാത്ര പറയുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് തീർന്നു. നിങ്ങളെല്ലാവരും ഇത് കാണണം. ഇതുവരെ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ജയ് ഹിന്ദ്. ബൈ.